നല്ല കപ്പളങ്ങാപ്പഴാണല്ലോ. എവിടുന്നാ വാങ്ങിച്ചേ? ഏത്തമാനം ഇടുന്ന 8,000 രൂപയാ? 1 കിലോ 50 രൂപ. അപ്പൊ കഴിച്ച് കാണിച്ച സൂപ്പറാണോ? അടിപൊളിയാണോ? ഹായ് എവ്രി വൺ, ഇതെൻ്റെ ആദ്യത്തെ യൂട്യൂബ് വീഡിയോ ആണ്. എനിക്കിതിന് മുന്നേ യൂട്യൂബ് വീഡിയോ എടുത്ത എക്സ്പീരിയൻസ് ഇല്ല. 1-2 റീൽസ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇന്നെന്തോ എനിക്കൊരു വീഡിയോ എടുക്കണമെന്ന് തോന്നി. ഞാൻ ഫ്രീ ആയിട്ടിരുന്നത് കൊണ്ടാവാം. ഞാൻ ഒരാഴ്ചയായിട്ട് ഓഫ് സിക്കാണ്. ഞാൻ ഒരാഴ്ച മുന്നേ നാട്ടിലായിരുന്നു. അപ്പോൾ നാട്ടിലത്തെ ചൂടിൽ നിന്ന് പെട്ടെന്ന് തിരിച്ച് തണുപ്പിലേക്ക് വന്നപ്പോൾ അത് കോൾഡായി. പിന്നെ അത് ചെസ്റ്റ് ഇൻഫെക്ഷനായിട്ട് ഇങ്ങനെ ഇരിക്കുക. കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. ഫീൽ എ ബിറ്റ് ബെറ്റർ. അപ്പോൾ നമ്മൾ സിക്കായിട്ടിരിക്കുമ്പോൾ നമ്മൾ ഹോം സിക്കും കൂടി ആകുമല്ലേ. അപ്പോൾ അതിന് റെമഡി എന്ന് പറയുന്നത് വീട്ടിലേക്ക് വിളിക്കുക, അവരുമായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്. ഞാൻ ലാസ്റ്റ് വീക്ക് വീട്ടിൽ പോയപ്പോൾ അമ്മ വെറുതെ ഇരുന്നിട്ടേ ഇല്ല. ഷി വാസ് മേക്കിങ് എവറിത്തിങ് ടു മേക്ക് മീ ഫീൽ ബെറ്റർ. ഇങ്ങനെ എല്ലാം എനിക്കിഷ്ടമുള്ളതെല്ലാം ഉണ്ടാക്കി തരുന്നു, വാങ്ങിച്ചു തരുന്നു. ഫ്രൂട്ട്സൊക്കെ എനിക്ക് പപ്പായ ഭയങ്കര ഇഷ്ടമാണ്. കപ്പളങ്ങാപ്പഴം എന്ന് പറയും ഞങ്ങൾ കോട്ടയംകാർ. അത് ആ കപ്പളങ്ങയെ പറ്റി പറയാനായിട്ടാണ് ഇന്ന് വന്നത് തന്നെ. അതൊക്കെ എനിക്ക് വാങ്ങിച്ചു തരുന്നു. അതിലൊക്കത്തെ ആൻറ്റി വരെ എനിക്ക് ഇത് അവൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് കപ്പളങ്ങാപ്പഴമൊക്കെ കൊണ്ട് തന്നായിരുന്നു. നമ്മുടെ പേരൻസ് നമുക്ക് വേണ്ടി എന്തുമാത്രം ചെയ്യുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ ഞാനിന്ന് സാധാരണ ഞാനും ഹസ്ബൻഡും ഒരുമിച്ചാണ് വീട്ടിലേക്ക് വിളിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്ത് ഞങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോൾ ഞങ്ങൾ വിളിക്കും 2 വീട്ടിലേക്ക്, ഹസ്ബൻഡ് വീട്ടിലേക്കും എൻ്റെ വീട്ടിലേക്കും. പക്ഷേ ഇന്ന് ഹസ്ബൻഡിന് കുറച്ച് ലേറ്റായി. ഒരു 1.5 hours 1 hour 1.5 hour ബ്ലോക്കില്ലെങ്കിൽ 1 hour ഒരു ഡ്രൈവ് ഉണ്ട് ജോലി സ്ഥലത്തേക്ക് ഹസ്ബൻഡിന്. അപ്പോൾ ഇന്ന് കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് നേരത്തെ ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. പക്ഷേ ഞങ്ങൾക്ക് വിളിക്കാനുള്ള സമയം കിട്ടിയില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു നീ ഇന്ന് വീട്ടിലേക്ക് വിളിക്കുക, എന്നിട്ട് ഈവനിങ്ങിൽ ഒത്തിരി രാത്രി ആയില്ലെങ്കിൽ നമുക്ക് വീണ്ടും വിളിക്കാം, അല്ലെങ്കിൽ നാളെ നമുക്ക് ഒരുമിച്ച് വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇനി ഒറ്റയ്ക്ക് ഇരുന്നപ്പോൾ കുറച്ചും കൂടെ ബോറടിച്ചു. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് വിളിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ ഒറ്റയ്ക്ക് ഏറ്റുമാനൂർ വരെ ഒന്ന് പോയിട്ട് വന്നതാണ്. ഞങ്ങൾ കോട്ടയംകാരാട്ടോ. അപ്പോൾ അമ്മ ഏറ്റുമാനൂർ നല്ല വെയിലായിരുന്നു, പോയിട്ട് വന്നപ്പോൾ വരുന്ന വഴിക്ക് ഈ പറഞ്ഞ കപ്പളങ്ങാപ്പഴം, ഞങ്ങൾ കപ്പളങ്ങാപ്പഴം എന്ന് പറയുന്നത് പപ്പായ കണ്ടു. സോറി. അപ്പം അമ്മ അത് വാങ്ങിച്ചു. അന്നേരം അത് വീട്ടിൽ വന്നിട്ട് അത് കട്ട് ചെയ്ത് കഴിക്കുന്ന സമയത്താണ് ഞാൻ വിളിക്കുന്നത്, കൃത്യസമയത്ത്. അന്നേരം ഞാനും അപ്പോൾ കഴിഞ്ഞ ദിവസം ഹസ്ബൻഡ് മാർക്കറ്റിൽ പോയപ്പം കപ്പളങ്ങാപ്പഴം കണ്ടപ്പോൾ എന്നെ ഓർത്തു. എനിക്കത് ഒരു കപ്പളങ്ങാപ്പഴം ഇവിടെ ഇങ്ങനെ റയറായിട്ടേ ഉള്ളൂ ഇങ്ങനെ കിട്ടാറുള്ളൂ, അതും വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഞാനും അതിങ്ങനെ കട്ട് ചെയ്ത് കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒപ്പം. അപ്പോൾ അത് പറയാം എന്നോർത്ത്. ചെറിയ ചെറിയ കാര്യങ്ങളാണല്ലോ, നമ്മൾ വലിയ കഥകളൊന്നുമില്ല, ഞങ്ങൾ ചെറിയ കാര്യങ്ങളാണ് ഇങ്ങനെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ പറയാൻ വേണ്ടിയിട്ട് കോയിൻസിഡൻ്റ് ആയിട്ട് 2 പേർക്കും ഒരേ ടോപ്പിക്ക് പപ്പായ. അപ്പോൾ അമ്മ എന്നോട് പറയുമോ, ഇന്ന് ഏറ്റുമാനൂർ പോയപ്പോൾ നല്ല ചൂടായിരുന്നു, കപ്പളങ്ങാപ്പഴം കണ്ടപ്പോൾ നിന്നെ ഓർത്തു, പിന്നെ ഈ ചൂടത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ, കുറച്ച് വെള്ളവും കയറും ശരീരത്തിലേക്ക്. അപ്പോൾ അമ്മ അത് വാങ്ങിച്ചപ്പോൾ എന്നെ ഓർത്തു എന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഹോം സിക്നെസ് ഒക്കെ കുറച്ച് പോയി. എന്ന് വെച്ചാൽ ഒരാളിപ്പം നമ്മളോട് ക്ലോസ് ആയിട്ടുള്ള ഒരാൾ, അതായത് നമ്മൾ വി ആർ റിയലി ക്ലോസ് ടു ദർ ഹാർട്ട്. അവർ നമ്മളെ എല്ലാത്തിലും പരിഗണിക്കുന്നു, കൺസിഡർ ചെയ്യുന്നു, അവർ നമ്മളെ സ്നേഹിക്കുന്നു. ആ ഒരു ഡിസ്റ്റൻസ് ബ്രിഡ്ജ് ചെയ്യുക ചെറിയ തോട്ട്സ് വഴി നമ്മുടെ. എനിക്ക് ഒത്തിരി സന്തോഷമായി അത് കേട്ടപ്പോൾ. അപ്പോൾ അമ്മ എന്നിട്ട് അതിൻ്റെ പുറമെ ഇങ്ങനെ വ്ളോഗേഴ്സും റിവ്യൂവേഴ്സൊക്കെ ചെയ്യില്ലേ, അടിപൊളി ഇങ്ങനെ വാവ് എന്നൊക്കെ പറഞ്ഞ എക്സ്പ്രഷനൊക്കെ ഇടുമായിരുന്നു. അപ്പം ഞാനത് കണ്ടപ്പോൾ ഇങ്ങനെ ഓരോന്ന് ചോദിച്ചപ്പോൾ കേട്ടോ. അപ്പം അമ്മയോട് ഞാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി എനിക്ക് അതൊരു ഇങ്ങനെ വ്ളോഗ് പോലെ എന്തുകൊണ്ട് ചെയ്തുകൂടാ, റിവ്യൂ പോലെ. അമ്മ ഇങ്ങനെ റിവ്യൂവറെ പോലെ ഇങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യുക. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാനെന്നായി കോള് കട്ട് ചെയ്തിട്ട് ഞാൻ ഒന്നും കൂടെ വിളിക്കാം അമ്മ, എന്നിട്ട് ഇങ്ങനെ ഈ പപ്പായനെ പറ്റി ഒരു റിവ്യൂ തരാമോ, റിവ്യൂ ചെയ്യുന്ന പോലെ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ അതിങ്ങനെ അത് റിവ്യൂ ഇങ്ങനെ തരുമോ. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. ചിലപ്പോൾ കാണുന്നവർക്ക് തോന്നും ഓവറായിട്ട് ചെയ്യുവാന്ന്, പക്ഷെ അങ്ങനെയല്ല. ഷീ സോ ഇന്നസെൻറ്റ്. പുള്ളിക്കാരിക്ക് ഇങ്ങനെ എൻജോയ് ചെയ്ത് ചെയ്യുക. ഞാനത് പറഞ്ഞതുകൊണ്ട് ദാറ്റ് മെയ്ഡ് ഹെർ ഹാപ്പി. ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ. എന്നിട്ട് അത് എനിക്ക് വേണ്ടി ആ വീഡിയോ ആയിട്ട് ഇങ്ങനെ ചെയ്യുക. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. നമ്മുടെ അല്ലെങ്കിൽ ലൈഫിലത്തെ നമ്മുടെ ഫസ്റ്റ് റിവ്യൂവേഴ്സ് നമ്മുടെ പേരൻസ് അല്ലേ. അപ്പോൾ അവരിങ്ങനെ ചെയ്യുന്നത് കാണുമ്പോൾ എന്തോ ഒരു സന്തോഷം. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്, വലിയ കഥയൊന്നും ഇല്ല ഇതിൽ. എനിക്കറിയില്ല, ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ ഒട്ടുമിക്ക ആൾക്കാരും ഇങ്ങനെ ഓരോ വീട്ടിലേക്ക് ഇങ്ങനെ വിളിക്കുന്നതും ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് നമുക്കൊത്തിരി സന്തോഷം തരുന്നുണ്ടല്ലേ. ഓരോ ചെറിയ കാര്യങ്ങളിൽ അവർ നമ്മളെ ഓർക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തോ ദാറ്റ് മെയ്ഡ് മൈ ഡേ. അപ്പോൾ ഞാൻ ആ വീഡിയോ ഫസ്റ്റ് ക്ലിപ്പ് ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ അതായത് ഫസ്റ്റ് ഞാൻ വിളിച്ചപ്പം അത് കുറച്ച് ഫാസ്റ്റായിട്ട് ആഡ് ചെയ്യാം. വിളിച്ചപ്പോൾ അമ്മ അതിങ്ങനെ കഴിച്ചിട്ട് തന്നെ കാണിക്കണം. അപ്പോൾ പിന്നെ രണ്ടാമത് ഞാനത് നോർമൽ ആ സ്പീഡിൽ തന്നെ രണ്ടാമത്തെ വീഡിയോ അമ്മ റിവ്യൂ തരുന്നത്. വീഡിയോയുടെ ബിഗിനിങ്ങിൽ കൊടുത്തിരിക്കുന്നതാണ് ഫസ്റ്റ് ക്ലിപ്പ് ഞാൻ ഫാസ്റ്റായിട്ട് ആഡ് ചെയ്തത്. ഇനി വരാൻ പോകുന്നതാണ് വീഡിയോ അമ്മയുടെ റിവ്യൂ. ഓക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോയ വഴിക്ക് നല്ലൊരു റെഡ് ലേഡി കപ്പളങ്ങാപ്പഴം കണ്ടു. അപ്പോൾ ഞാൻ എൻ്റെ മോമാസിനെ ഓർത്തു പോയി. ഞാൻ അപ്പം തന്നെ അത് മേടിച്ചു. ഹലോ, നിങ്ങളെ ഞാനത് കാണിച്ചു തരാം കേട്ടോ. നല്ല ചുമന്ന റെഡ് ലേഡി കണ്ടോ, ഇതാണ് റെഡ് ലേഡി. ഞാനത് ഒരു കഷ്ണം കഴിച്ചു നോക്കിയിട്ട് പറയാം കേട്ടോ. ഓക്കെ.
നല്ല സോഫ്റ്റ് ആണോ ജ്യൂസി ആണോ? ഓ പറഞ്ഞറിയിക്കാൻ വയ്യ. അത്രയ്ക്ക് taste. നല്ല മധുരം, നല്ല സോഫ്റ്റ്. കളറാണെങ്കിലോ ചുവന്ന കളറ്. സൂപ്പർ, വാവ്, സൂപ്പർ സൂപ്പർ. അടിപൊളി. സൂപ്പർ, അടിപൊളി, ഒന്നും പറയാനില്ല. ഓ സൂപ്പർ. സൂപ്പർ. ഓക്കെ, കഴിഞ്ഞോ? ബാക്കി കൂടെ കഴിച്ചോ. ഈ ചൂടത്ത് കഴിക്കാൻ നല്ലതാ അല്ലേ? വേണോ? ചൂടത്ത് കഴിക്കാൻ നല്ല സുഖം, അതുകൊണ്ട് ഞാൻ മേടിച്ചതാ. കഴിച്ചോ. എനിക്ക് പണ്ടേ കപ്പലങ്ങാപ്പഴം ഭയങ്കര ഇഷ്ടം, അതുകൊണ്ട് മോമാസിന് ഇഷ്ടമാണല്ലോ. അപ്പൊ ഇങ്ങനത്തെ മുറിച്ച് മുറിച്ച് തിന്നാൻ നല്ല സുഖം, അപ്പൊ ഞാൻ മേടിച്ചു. ഒന്നും പറയാനില്ല. വെയിലത്തുനിന്ന് കേറി വരുമ്പോ ഇങ്ങനത്തെ തണുത്ത നല്ല വാട്ടറി ആയിട്ടുള്ള കഴിക്കാൻ എന്ത് സുഖാ അല്ലേ? അതെ, അയ്യോ ചൂട്